എന്നാ പിന്നെ ഇതിവിടെ ഇരുന്ന് തിന്നോട്ടോ. ഉപ്പാന്റെ റൂമിലൊന്നും കൊണ്ടേ തിന്നരുതേ. അവിടെ ചെന്നാ ഇനി ഉപ്പാക്ക് വേണ്ടി വരും. ചേനാ അന്ന സഫിയാത്ത വിളിച്ചിന്നാ ഉപ്പാന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട്. ഹോസ്പിറ്റലിൽ വന്നതിന്റെ ഓല ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലാന്ന്. പിന്നെ എന്റെ വാശിയൊക്കെ ഒന്ന് കുറച്ചട്ടോ. ആവശ്യമില്ലാത്തൊരു വാശി എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഉപ്പാന്റെ കാര്യം ഒന്ന് നോക്കിക്കൊണ്ട്. അല്ല ഇജിപ്പ് എന്തിനാ ഇപ്പാനെ കൊണ്ട് തിരുമ്പിച്ച്? അനക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ? അനക്ക് ആ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടാ പോരെന്നോ ഓരോ വണ്ടിമാരി ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ഓള് ഹോസ്പിറ്റലിലേക്ക് വന്നതുമില്ല ഇപ്പൊക്കെ വയ്യാഞ്ഞിട്ട്. ഓലൊക്കെ എന്തൊക്കെയാ എന്നിട്ട് ഇന്നെ പറഞ്ഞത്? ആ പറഞ്ഞത് മൊത്തം ഞാനാ കേട്ടത്, ഇജല്ല. പിന്നെ എനിക്കിപ്പൊ നിങ്ങളെ പന നോക്കലല്ലേ പണി. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി, നിങ്ങൾക്കും പറ്റുമല്ലോ. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെ അമ്മായിന്റെയും പെങ്ങളെയും നാവിന് അല്ലെങ്കിൽ ഒരു കുറവുമില്ല. എനിക്ക് പറ്റൂല ഈ വീട്ടു ജോലി, ഓഫീസിലെ ജോലി, കുട്ടീനെ നോക്കലും ഒക്കെ. അല്ലെങ്കിൽ തന്നെ നേരെ അല്ലാഞ്ഞിട്ട് ഓനെ ഓൺലൈൻ ട്യൂഷനെ ആക്കിക്കാണ്. നിങ്ങൾക്ക് പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളെപ്പാനൊരു ഓംനേഴ്സിനാണ് കൊടുത്ത് നോക്കിക്കോളൂ. അല്ലടി ഇജെന്താ ഒന്നും മനസ്സിലാക്കാത്തമാര് ഇന്നോട് വർത്താനം പറയാൻ നിൽക്കുന്നത്? ഈ വീടിന്റെ മേലേക്ക് ഉണ്ടാക്കാനേ 10 ലക്ഷം ഉറുപ്പ്യ ഞാൻ ലോൺ എടുത്തിട്ടുള്ളത്. അതന്നെ ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അടയ്ക്കണേ. അതല്ലാണ്ട് ഈ ചെക്കൻ്റെ സ്കൂളിലെ ഫീസും ഇജിപ്പി പറഞ്ഞ ഓൺലൈൻ ഫീസും പിന്നെന്താ ഹോം നേഴ്സോ അതിന്റെ പൈസ ഒക്കെ കൂടി ഞാൻ കൊടുക്കണോ? ഈ വീടിന്റെ ചെലവന് എനിക്ക് താങ്ങണില്ല. അന്നേരത്താണ് ഓളോ ഓരോരോ ഒലക്കേല വർത്താനം. ഇതൊന്നും മനസ്സിലാക്കാത്ത മാതിരി വർത്താനം എന്നോട് പറയല്ലേ ഷെന. ഇപ്പാനെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ജോലി വിടൂല. ഇപ്പൊ എങ്ങനെ പോണോ അതുപോലെ തന്നെ പോകും. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി. എന്റെ പൊന്ന് ഷെന, ഈ ചെലവിന്റെ കൂടെ ഒരു അധിക ചെലവും കൂടി എനിക്ക് ഉണ്ടാക്കി തരല്ലേ? അല്ലെങ്കിൽ തന്നെ ഇടങ്ങേറിന്റെ കൊടിയായി നിൽക്കുകയാണ്.